ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡിന്നർ വ്ളോഗാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അറബിക് സ്റ്റൈൽ ഡിന്നറാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ നമ്മൾ എയർ ഫ്രൈ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി മസാലപ്പൊടികളെല്ലാം ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരൽപ്പം അറബിക് മസാല, ഒരൽപ്പം പപ്രിക്ക പൗഡർ, ഇത്രയും ചേർത്ത് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചിക്കനിൽ ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ഒരു സൈഡ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചിട്ട് ഒരു 20 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇതാകുമ്പോൾ നമുക്ക് ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. ഇതും ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ്സ് മതിയാകും മൊത്തത്തിൽ ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ എയർ ഫ്രൈറിൽ എന്ത് ചെയ്യുമ്പോഴും ഒരല്പം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് ഹമ്മൂസും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി തലേദിവസം ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് ഒലിവ് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും, പിന്നെ ഇതിലേക്ക് നമ്മൾ തെഹീന, വെളുത്ത എള്ള് അരച്ചെടുത്തതാണ് ഇത് തെഹീനയും കൂടെ 2 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് യോഗേർട്ടാണ്. അധികം പുളിയില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരല്പം നാരങ്ങാനീരും കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് അരച്ച് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹമ്മൂസും റെഡി ആയിട്ടുണ്ട്. അത് ഹമ്മൂസ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ മയണൈസിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഹമ്മൂസ്. പിന്നെ ഞാനിവിടെ കുറച്ച് മയണൈസും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ഹമ്മൂസ് അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരല്പം മയണൈസ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയുള്ളത്. അതും കൂടെ ഉണ്ട്. ഇനി നമ്മുടെ ഹമ്മൂസിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ. പിന്നെ ഇതിലേക്കുള്ള കുബൂസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിന്നർ. കുബൂസ്, അതിൻ്റെ മുകളിലേക്ക് ചിക്കനും കൂടെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ സൈഡിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മയണൈസും ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുബൂസിന് നമ്മൾ 4 കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചിക്കനൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് ഒരു ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ് ഈ എയർ ഫ്രയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.